അതുണ്ടോ, ഇതാണ് ആ സാധനം. ഇത് കുറച്ചും കൂടി വൈഡാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതുണ്ടോ, ഇതാണ് ശരിക്കും മാജിക് സിറ്റിയുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, മെയിൻ ആകർഷണ സ്ഥലം എന്ന് പറയുന്നത്. ഹായ് ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ നടന്ന് നമ്മളുടെ മാജിക് സിറ്റീൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. എന്താണ് മാജിക് സിറ്റീനെ കുറിച്ച് നിങ്ങളുടെ അനുഭവം പറഞ്ഞാൽ? ഹലോ, വന്ന് തേഞ്ഞ് പരുവത്തിലല്ലേ? എങ്ങനെ ഇതുവരെ വന്ന എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? മെയിൻ അട്രാക്ഷൻ എവിടെയാണ്? ഇവിടെ എന്തൊക്കെയാണ്? ഫുഡുണ്ട്, പിന്നെ മറ്റേ അക്വേറിയം അതൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, താഷ്കന്ദിലെ മെയിൻ ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻ്ററാണിത് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ പിള്ളേരൊക്കെ ഇവരൊക്കെ പറഞ്ഞു വന്ന് ഇവിടെ മടുത്തു എന്നാണ് പറഞ്ഞത്. എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതല്ല, അതുകൊണ്ട് നിങ്ങൾ ഇത്തവണ കൂടെ വാന്ന് പറഞ്ഞ് അങ്ങനെ വലിച്ചു കൊണ്ടുവന്നതാണ്. പിന്നെ ബാക്കി കുറച്ചാളും കൂടി എത്താനുണ്ടല്ലേ? അവരെന്താ ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ കാഴ്ച മാജിക് സിറ്റി എന്ന് പറയുന്നത് ഇതൊരു വേറെ തന്നെ ഒരു ലോകമാട്ടോ. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലോബൽ വില്ലേജ് ഒക്കെ ഉണ്ടല്ലോ, അബുദാബിയിലൊക്കെ ഉള്ള, ഗൾഫിലുള്ള, അതുപോലെ വേറൊരു വെറൈറ്റി സാധനമാണ്. ഒരു മിനി ഡിസ്നി വേൾഡ് എന്ന് പറയാം. ഉസ്ബെക്കിസ്ഥാനെ മിനി ഡിസ്നി ലാൻഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അപ്പം അത്ര വൈബാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, ഒരുപാട് സമയം നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ബോറിംഗ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെയൊക്കെ പിള്ളേർ ഈ പറഞ്ഞ പോലെ അധികം നമ്മുടെ സ്റ്റുഡൻസൊക്കെ ഇവിടെ വന്ന് അവർ കുറച്ചൊക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ എൻ്റർടൈൻമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെയാണ് വരുന്നത്. ഇതിനകത്ത് ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. നമ്മൾക്ക് ഏതായാലും കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല, നമുക്കതിൻ്റെ കാഴ്ചയിലേക്ക് കിടക്കാം. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കണ്ടോ നിങ്ങൾ, ഈ കാണുന്നതാണ് മാജിക് സിറ്റി എന്ന് പറയുന്നത്. അടിപൊളി ഒരു ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ഇതിൻ്റെ ജസ്റ്റ് എൻട്രൻസ് ഗേറ്റാണ്. ഗേറ്റിന് കാണുമ്പോൾ ഒരു വൈബ് തോന്നില്ലേ? ഇത് രാത്രി ആവാനാകാണ്. നമ്മൾ മനഃപൂർവ്വമാട്ടോ ഈ ഒരു ടൈമിന് ഇവിടത്തേക്ക് വന്നത്. കാരണം ഈ ഒരു സമയമാകുമ്പോഴാണ് ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ ഓൺ ആകുക. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഈ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കിട്ടും. അതിൻ്റെ മുകളിൽ വേറെന്തോ പരിപാടി നടക്കുന്നുണ്ട്, എന്തൊരു പുതിയ സാധനം ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള കാര്യങ്ങൾ പോയിട്ട് കാണാം. നമ്മളെ പിള്ളേർ വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് പിള്ളേരും കൂടി എത്താൻ ബാക്കിയുണ്ട്. അവർ കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കയറാം. പിന്നെ എന്താണ് ഉസ്ബെക്കിസ്ഥാനിലെ എക്സ്പീരിയൻസ്? എന്താണ് നിങ്ങൾക്ക് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നോ? ഇങ്ങോട്ടോ ഫുഡ് നല്ല വില കുറവാണല്ലേ? കുറച്ചും കൂടി സൗണ്ടിൽ പറഞ്ഞോ. നല്ല ആൾക്കാരാണ്, നല്ല സ്നേഹമാണ്. ഓക്കെ, ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് ബോറിംഗ് ഉണ്ടായിരുന്നു? നിങ്ങൾ ഇവിടെ വന്നിട്ട് അങ്ങനെ ബോറിച്ചോ? ഓക്കെ, എങ്ങനെയുണ്ടാ യൂണിവേഴ്സിറ്റിൻ്റെ എങ്ങനെ അവസ്ഥ? കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളൊക്കെ സെറ്റല്ലേ? സെറ്റാണെന്ന് പറയാനൊരു മടിയുണ്ടാവും കേട്ടോ കുറച്ചൊക്കെ. ഇതിലെല്ലാം TMA അല്ലേ? ഇതെല്ലാം മെഡിക്കൽ അക്കാഡമിയിലെ പിള്ളേരാണ്. മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിള്ളേർ വേറെ ഉണ്ട്. അപ്പോൾ ഇവർ സത്യം പറഞ്ഞാലോ പറയാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടാവും പഠിക്കുന്നതിൻ്റെ അവസ്ഥയൊക്കെ. എന്നാലും നിലവിൽ സാഹചര്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നമുക്ക് എവിടെ വരെ എത്തും നോക്കാം അല്ലേ? എല്ലാവരും പഠിച്ച് തീരുമെന്ന് കണ്ടറിയാം. ഒരു 6 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ എടുത്ത് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ നേരെ ഇതിനകത്തേക്ക് പോവാം. കണ്ടോ, ഫ്രണ്ടിൽ തന്നെ KFC ഉണ്ട്. KFC സത്യം പറഞ്ഞാൽ കണ്ട് മടുത്തു കേട്ടോ. എല്ലായിടത്തും ഇതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു LCDയും കാര്യങ്ങളൊക്കെ ആയിട്ട് LED കാണിക്കുന്നുണ്ടോ. കുറച്ച് ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. ശരിക്കും ഈ കളറ് വീണ്ടും മാറ്റുന്നു. മുമ്പ് വരുമ്പോൾ വേറെ കളറുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവർ പെയിൻറ്റിങ് ഒക്കെ മാറ്റുന്നുണ്ട് ഇതിൻ്റെ. അപ്പോൾ അടിപൊളി വൈബല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലൊരു സാധനം ഉണ്ടെങ്കിൽ എന്ത് രസമുണ്ടായിരുന്നു. നമ്മൾക്ക് ആൾക്കാർക്കൊക്കെ വന്നിരിക്കാനും ഫാമിലീസിന് എല്ലാവർക്കും ഒന്ന് വന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു നൈറ്റ് ലൈഫ് എന്ന് പറയാം ഇതിനൊരു. സത്യം പറഞ്ഞാൽ താഷ്കന്ദിൻ്റെ നൈറ്റ് ലൈഫ് ഇവിടെയാണ്, ഇതിനകത്താണ് വരുന്നത്. ബാക്കിയുള്ളടത്തൊക്കെ സ്ട്രീറ്റ് ആണെങ്കിൽ ഇവിടെ നൈറ്റ് ലൈഫ് ഈ മാജിക് സിറ്റിയിലാണ് പിള്ളേരുടെ. നമുക്ക് ഇതിനകത്തേക്കുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ഈ സൈഡിൽ നിന്ന് ഇത് നല്ല സ്റ്റെപ്പൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് കാഴ്ചകളൊക്കെ. ഈ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കണ്ടോ മൊത്തം ഒരു ലൈറ്റ് വേറെ തന്നെ സെറ്റായിട്ട് ഇതാ. നമ്മൾ ചൈനയിലൊക്കെ പോയപ്പോൾ മറ്റേ പെഡസ്ട്രിയൻ സ്ട്രീറ്റ് പോയിട്ടില്ലേ, അതിൻ്റെ വേറൊരു വൈബ് അല്ലേ? അതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഒരു വല്ലാത്തൊരു വെറൈറ്റി ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ടോയ് ട്രെയിൻ വരുന്നുണ്ട്. നമുക്ക് ഈ ടോയ് ട്രെയിനിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇയാളെന്താണ് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? ഓക്കെ, ഇതിൽ ഈ മാജിക് സിറ്റിൻ്റെ അകത്ത് മൊത്തം കറങ്ങി കാണാനൊക്കെ പറ്റും.
ഇതൊരു എന്താ പറയുക ഒരുപാട് ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ആയിട്ട്. ഈ സൈഡിൽ ഡ്രസ്സിൻ്റെ ഒക്കെ ഔട്ട്ലെറ്റാണ്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ആ ഒരു ലെഫ്റ്റും റൈറ്റൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ലെഫ്റ്റ് സൈഡിലും വേറെ തന്നെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. റൈറ്റ് സൈഡിൽ ഒരുപാട് ഫുഡ് കോർട്ടും കാര്യങ്ങളാണ്. തുർക്കിഷിൻ്റെ അതിനൊക്കെ ഫുഡ് കോർട്ടുണ്ട്. ഇത് പോയി കഴിഞ്ഞാൽ താഷ്കന്തിൻ്റെ ഉസ്ബെക്കിസ്ഥാൻ്റെ ഐക്കോണിക് ഒരു ഇത് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഹലോ ഹായ്. ഐക്കോണിക്കായിട്ടൊരു പള്ളിയുടെ ഫ്രണ്ട് സൈഡൊക്കെ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു സാധനം ഇവിടെ ചെറുതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവർ. അത് ഞാൻ കാണിച്ചില്ല. ഇത് ജസ്റ്റ് നിങ്ങൾ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മറ്റേ സമർഖന്ദിലാണ് മദ്രസയും പള്ളിയൊക്കെ ആയിട്ടുള്ളത് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ഒറിജിനൽ. ഇവിടെ അതിന് ചെറിയൊരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവർ. അതിൻ്റെ ഒരു എന്താ പറയുക മിനിയേച്ചർ അങ്ങനെ എന്തെങ്കിലും പറയാം. കണ്ടോ ഇത് സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ഒരു അട്രാക്ഷൻ എന്നുള്ള ഇതിൽ. നമ്മുടെ നാട്ടിൽ എക്സിബിഷനൊക്കെ മറ്റേ താജ്മഹലും കുത്തബ് മിനാറും അങ്ങനെ കുറേയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാറില്ലേ, അതുപോലൊരു സാധനമാണ് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുണ്ടോ ഇതാണ് ആ സാധനം. ഇത് കുറച്ചും കൂടി വൈഡ് ആക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അടിപൊളിയുണ്ടല്ലേ, നൈസ്. ഇതിനേക്കാളും വലിപ്പമുണ്ട് കേട്ടോ ശരിക്കും. ഇതിൻ്റെ ഒറിജിനൽ പോയി കാണുമ്പോൾ ഇത് പിന്നെ ചെറുതായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ. നൈസ് അല്ലേ. അവിടെ കണ്ടോ മാജിക് അക്വേറിയം എന്നിട്ട് ആ സൈഡിൽ ഇതിൻ്റെ ഭാഗത്ത് ഒരു മാജിക് അക്വേറിയം എന്ന് പറഞ്ഞാൽ അക്വേറിയത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ സൈഡിൽ കൊടുക്കാം. കാരണം ഇതിന് ടിക്കറ്റ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതിനകത്ത് കയറി വീഡിയോ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അതിന് മാത്രമായിട്ടൊരു എപ്പിസോഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഫുഡ് കോർട്ട് ഇങ്ങനെ ഓരോ ചെറിയ ഔട്ട്ലെറ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള കാഴ്ച എന്ന് പറയുന്നത്. നമ്മൾക്ക് സെൻറ്ററിലേക്ക് പോയോ കേട്ടോ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടൈം അല്ല ശേല? എന്താ അവസ്ഥ കണ്ടിട്ട്? നല്ല രസമുണ്ട്. ശേല ഇപ്പം അടുത്ത് വന്നതാണ്, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ശേല. ഇവിടുത്തെ ഫിദൊക്കെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ അടുത്ത് ഇതാ ഫിദ ഇവിടെ കുറേ വന്നിട്ടുണ്ടാവും അല്ലേ ഇവരിവിടെ? ഓക്കെ, ഫിദ ഇപ്പോൾ ഒരു സെമസ്റ്റർ കഴിഞ്ഞില്ലേ? ഒരു സെമസ്റ്റർ കഴിഞ്ഞു. ഇവള് ഇപ്പം പുതിയ സെമസ്റ്ററിലേക്ക് വരണത്ര, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്ര മാർച്ചിൻ്റെയൊക്കെയാണ്. അജ്മൽ പിന്നെ മെഡിക്കൽ അക്കാഡമി. അജ്മൽ ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ടാവും അല്ലേ? ഓ വന്നിട്ടുണ്ടോന്ന്. ഓക്കെ, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഈ ലൈറ്റിങ് കൊടുത്തത് നൈസായിട്ടുണ്ടല്ലേ. ഇതിൻ്റെ അകത്തോട്ട് പോയിട്ട് ഒരു നല്ലൊരു അടിപൊളി വ്യൂ കാണാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇതാണ് ശരിക്കും മാജിക് സിറ്റിയുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, മെയിൻ ആകർഷണ സ്ഥലം എന്ന് പറയുന്നത് ആ ഒരു വ്യൂ ഇവിടെയാണ്. ഇതിൻ്റെ സൈഡിലൊക്കെ പിന്നെ അങ്ങോട്ട് ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അങ്ങോട്ട് നടക്കാത്തുണ്ട്. ഇത് ലെഫ്റ്റും റൈറ്റൊക്കെ ഉണ്ടോ ഒരുപാട് കാഴ്ചകൾ കാണാനൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു റീൽസ് മുമ്പ് ഇട്ടിട്ടുണ്ടാവും തോന്നുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. മുമ്പ് ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് മാജിക് സിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം കാണിക്കുന്ന പല നിങ്ങൾ നെറ്റിലൊക്കെ ചിലപ്പം കണ്ടിട്ടുണ്ടാവും, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ നടുവിലൂടെ ഇതിൻ്റെ മുമ്പിലായിട്ട് ഒരു ചെറിയൊരു ലേക്ക്, ഒരു ചെറിയൊരു സാധനം ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയൊരു കുളം പോലൊരു സംഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുണ്ട്, ഇതൊക്കെ തുർക്കിഷ് റെസ്റ്റോറൻറ്റും ഒരുപാട് പല വെറൈറ്റി റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സൈഡും അപ്പുറ സൈഡൊക്കെ ആയിട്ട്. ഇവിടെയൊക്കെ രാത്രി നല്ല ആൾക്കാരായിരിക്കും. ഈ ഒരു സൈഡിൽ വാട്ടർ ഷോ ഉണ്ടാവും, വാട്ടർ മ്യൂസിക്കൊക്കെ ആയിട്ട് നല്ല ഷോവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും രാത്രി. ഇൻഷാ അല്ലാഹ് അത് ഞാൻ നോക്കട്ടെ, ഇന്ന് അതെടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. കാരണം അപ്പോഴത്തേക്ക് ഇവിടെ നല്ല ക്രൗഡാവും, ഈ ഒരു ഏരിയ മൊത്തം ആൾക്കാർ നിറയും. അത് ഞാൻ പരമാവധി അത് എടുത്ത് കാണിച്ചു തരാൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ആ ഒരു സൈഡ് പിന്നെ ഒരുപാട് ഫുഡ് കോർട്ടാണ്. അതിൻ്റെ ബാക്ക് സൈഡ് ഒരുപാട് ഫുഡ് കോർട്ടും അതുപോലെ തന്നെ ഈ ലേക്കിൻ്റെ ബാക്കി ഭാഗം ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെയാണ് വാട്ടർ ഷോ നടക്കാറ്. ഈ ഒരു വെള്ളത്തിൽ ഇതിൽ ചെറിയ കുറ്റി പൊന്തി കിടക്കുന്നുണ്ടോ, ഇതാണ്. ഈ ഒരു ഏരിയയിൽ രാത്രി നല്ല രസമാണ്, നല്ല പാട്ടൊക്കെ വെച്ചിട്ട്. ഞാൻ എന്തായാലും കാണിച്ചു തരാം പരമാവധി എന്നുണ്ടെങ്കിൽ. അടിപൊളി ഉണ്ടല്ലേ. ഇതിനിങ്ങനെ ഇവിടെ നിന്നുണ്ടല്ലോ വേറെ തന്നെ വൈബാ. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഓക്കെ, നമുക്കേതായാലും ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ബാക്കിലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അതിനിടയിൽ നമ്മളെ പിള്ളേരൊരു ചെറിയ സ്റ്റെപ്പ് ഇടുക കേട്ടോ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സൗണ്ട് കേൾക്കുന്നില്ല. ഓക്കെ, ഓക്കെ, എന്തായാലും നല്ല രസമാണല്ലോ. ഇവർ റീൽസ് എടുത്ത് തീരുന്നവരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. എല്ലാവർക്കും വരട്ടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്തത് ഇത് കണ്ടോ, ഇത് ഓരോ സാധനം ഇത് കളറ് മാറി മാറി വരും കേട്ടോ. ഇപ്പോൾ കണ്ടോ കളറ് എല്ലാം മാറി മാറി വരുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ ജസ്റ്റ് ഇതടിക്കാൻ പറ്റുന്ന ആളുണ്ടാ?
അതല്ല പത്തനത്തിന് 25,000 സോമല്ലേ പത്തനത്തിനല്ലേ വെടിവെക്കാനല്ലേ? അടിപൊളി. ആരും വെടിവെക്കുന്ന വെച്ചോ? ഓക്കെ, ഇത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സാധനം കേട്ടോ. ഇതിനകത്ത് ഇതുപോലെ കുറേ സാധനങ്ങളുണ്ട്. ഈ വെടിവെക്കുന്നത്, ബോൾ എറിഞ്ഞിട്ട് കുപ്പി ഉന്തി ഇടുന്നത്, അങ്ങനെ എന്തൊക്കെ ബോട്ടിലൊക്കെ എറിഞ്ഞിരുന്നുണ്ടല്ലോ, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ബലൂണ് വെടിവെച്ചിടുന്നത്, സോറി ബലൂണ് വെടിവെച്ച് പൊട്ടിക്കുക, അങ്ങനെ എന്തോ സംഗതി. അടിപൊളിയുണ്ടല്ലോ ഇത് പിള്ളേർക്ക് കേട്ടോ, നല്ല എൻജോയ്മെന്റ്. ഇതും 20,000 യുവനാണ് പത്തനത്തിന്. ഓ നൈസല്ലേ രാത്രി കളറിങ്. ഇതിന്റെ ഓപ്പോസിറ്റ് വ്യൂ ഉണ്ടോ? അടിപൊളിയുണ്ട്. ഇതിന് ഓരോ കവാടത്തിനകത്ത് ഓരോ സംഗതി ഉണ്ട്. ഇപ്പം ആ കുട്ടികളുണ്ടോ അങ്ങോട്ട് കയറുന്ന, അതിനകത്തെന്തോ ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് സാധനം. നമുക്കതിൻ്റെ അകത്തൊന്ന് കയറി വെക്കാം ജസ്റ്റ്. ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നോക്കിയാ 1 2 3 കയറാൻ പാടില്ല. ടിക്കറ്റ് ഉണ്ട്. അടിപൊളി. എത്ര രൂപ ടിക്കറ്റിന് ഇരുന്ന്? 25 തന്നെയാ ഇതിനും? 25,000 ഓ, ഈ ഒരു ക്ലാസ്സിനോ? ഓ, ഇൻവെർട്ടർ ഹൗസ് ഇതൊക്കെ ഉണ്ടല്ലേ, അടിപൊളി. നൈസ്. മിറർ അടിപൊളി. ഇപ്പം ഇതിലേതാ നമ്മളെല്ലായിടത്തും നമ്മൾ തന്നെ കാണുന്നത്. ഓക്കെ, നമ്മൾ ഇതേ ഏകദേശം കയറി നോക്കിയിട്ട് എന്താ കയറുന്നില്ല. അടിപൊളി. വരുന്നവർക്കൊക്കെ അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ കാര്യങ്ങൾ കയറി ആക്ടിവിറ്റീസൊക്കെ കയറാം കേട്ടോ. ഇതിനകത്ത് ഇൻവെർട്ടർ ഹൗസാണ് ഇത് വരുന്നത്. ഇത് 25,000 വരുന്നത്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കിടക്കാം കേട്ടോ. ഇത് അടിപൊളി സംഗതിയല്ല, ഇതിൻ്റെ ഫില്ലറൊക്കെ ഇതായിട്ട്. ഇതിനകത്ത് എന്താ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് കിടക്കാം കേട്ടോ. കുറച്ചൊക്കെ എന്നാലും ഇതിനകത്ത് പോയി വെക്കാം. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴേ അതുണ്ടോ സൈഡിൽ പഴയ നമ്മുടെ മറ്റേ ആ വാൻ ഉണ്ടല്ലോ, മറ്റേ എന്താ ആട് ഫിലിമിലൊക്കെ ഉള്ള പോലത്തെ ആ ടൈപ്പ് വാനാട്ടോ, പഴയ മാറ്റഡോറിൻ്റെ സാധനം. അതൊരു ഇതൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു കാറിൻ്റെ ഷോറൂമാണ്, ചെറിയ BYD, അതായത് ബിഫോർ യുവർ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ കമ്പനിയുടെ കാറാണ്. ചൈനീസ് ബ്രാൻഡ് ആട്ടോ, അവരുടെ ഇലക്ട്രിക് കാറാണത്. പിന്നെ ഈ സൈഡിൽ ഒരു ചെറിയ വേറൊരു പഴയ കാലത്തെ ഒരു വണ്ടി വെച്ചിട്ടുണ്ട്. ഫെറാരീൻ്റെ ഒക്കെ നമ്മൾ ലോഗോ വെച്ചിട്ടുള്ളത്. 2-3 നല്ല അടിപൊളി ഔട്ട്ലെറ്റ് ആട്ടോ. ഇത് ചെറിയൊരു ലേക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഈ ലേക്കിൽ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പെഡൽ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പം ആൾക്കാരൊന്നും ഇല്ല, വളരെ കുറവാണ്. സൈഡിലൊക്കെ ഇങ്ങനെ പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ മാജിക് സിറ്റി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ഉണ്ടല്ലോ ഇവിടുന്ന് കാണാൻ. ആൾക്കാർ വളരെ കുറവാണ്, അതുകൊണ്ടാണ് ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാജിക് സിറ്റിയുടെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ ഇങ്ങനെ വന്ന് എല്ലാവരും ഇത് ഓരോന്നിങ്ങനെ കയറണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കൂടി കാണിക്കാൻ നിന്ന് കഴിഞ്ഞാലേ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് തികയില്ല. അപ്പോൾ മാജിക് സിറ്റിയുടെ കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ. ഒരുപാട് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ തന്നാൽ ഇന്നത്തെ വീഡിയോൻ്റെ ലെങ്ത്ത് തികയില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോ വലിച്ചു കിട്ടുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മളെ കുട്ടികളൊക്കെ ഇങ്ങനെ കുട്ടികളെയും കൂട്ടി വന്നതല്ല, അപ്പോൾ ആ സ്ഥിതിക്ക് അവരെയും കൂട്ടിയിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാണാനും കയറാനൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയും കൂട്ടി നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. അല്ലെങ്കിൽ ഞാൻ വെറും വീഡിയോ മാത്രം എടുത്ത് പോകുമ്പോൾ പിള്ളേർക്കൊരു വിഷമം വേണ്ട. അപ്പോൾ ഇന്നത്തെ മാജിക് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആ രീതിയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ.